കുറ്റകൃത്യം നിർവഹിച്ച പ്രതികൾക്ക് 20 വർഷം തടവ്. ചെയ്യിച്ച ദിലീപിനോ? നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുമുള്ള ശിക്ഷ വിധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ജസ്റ്റിസ് ഹണി എം വർഗീസ്. എല്ലാ പ്രതികൾക്കും 20 വർഷം തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതി പെരുമ്പാവൂർ പുഴയങ്ങൂർ നടുവിലെക്കുടി വീട്ടിൽ സുരേന്ദ്രൻ മകൻ സുനിൽ NS എന്ന പൾസർ സുനി. രണ്ടാം പ്രതി കൊരട്ടി തിരുമുടിക്കുന്നുകര പുതുശ്ശേരി വീട്ടിൽ ആന്റണി മകൻ മാർട്ടിൻ ആന്റണി. മൂന്നാം പ്രതി തമ്മനം മണപ്പാട്ടിപ്പറമ്പിൽ ബാബു മകൻ ബി മണികണ്ഠൻ. നാലാം പ്രതി കണ്ണൂർ കതിരൂർ മംഗലശ്ശേരി വീട്ടിൽ രാമകൃഷ്ണൻ മകൻ VP വിജീഷ്. അഞ്ചാം പ്രതി എറണാകുളം കുന്നുംപുറം പള്ളിക്കപ്പറമ്പിൽ വീട്ടിൽ ഹസൻ മകൻ H സലീം എന്ന വടിവാൾ സലീം. ആറാം പ്രതി തിരുവല്ല പെരിങ്ങറ പഴയനിലത്തിൽ വീട്ടിൽ ഉഷാ ശ്രീഹരൻ മകൻ പ്രദീപ് എന്നിവരെയാണ് കോടതി ഇന്ന് ശിക്ഷിച്ചിരിക്കുന്നത്. കോടതിയുടെ മുന്നിലെത്തിയ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഈ വിധിയെന്നും സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ വിധിയെ സ്വാധീനിച്ചിട്ടില്ല എന്നും പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്നും ജഡ്ജി വ്യക്തമാക്കി. പിഴത്തുക അതിജീവിതയ്ക്ക് കൈമാറണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കേസിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രതികൾ വിചാരണ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ 7 വർഷത്തിലേറെ തങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണെന്ന് പ്രതികൾ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം 376D കൂട്ടബലാത്സംഗം, IPC 366 സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ, IPC 342 അന്യായമായി തടങ്കലിൽ വെക്കൽ, IPC 354 സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തണമെന്ന കരുതലോടും ഉദ്ദേശത്തോടെയുമുള്ള ബലപ്രയോഗം, IPC 354B സ്ത്രീയെ നഗ്നയാക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള കുറ്റകൃത്യം, IPC 357 ക്രിമിനൽ ബലപ്രയോഗം. ഇതിനു പുറമെ IT നിയമപ്രകാരമുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പ്രതികൾ വിചാരണ കാലയളവിലും ജയിൽ ശിക്ഷാവാസം അനുഭവിച്ചിരുന്നു. പൾസർ സുനി 7 വർഷവും മാർട്ടിൻ ആന്റണി 7 വർഷവും മണികണ്ഠൻ 3.5 വർഷവും വിജീഷ് VP 3.5 വർഷം, വടിവാൾ സലീം 2 വർഷം, പ്രദീപ് 2 വർഷവുമാണ് ശിക്ഷ അനുഭവിച്ചത്. ശിക്ഷ സംബന്ധിച്ച് പ്രതികൾക്ക് പറയുവാനുള്ളത് കോടതി ആദ്യം കേട്ടിരുന്നു. തുടർന്ന് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ശിക്ഷ സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ നടത്തി. ഇതിനുശേഷമാണ് ശിക്ഷാ പ്രഖ്യാപനം ഇന്ന് ഉച്ചതിരിഞ്ഞ് നടന്നത്. ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളായിരുന്നു 6 പ്രതികൾക്കുമെതിരെ തെളിഞ്ഞിരുന്നത്. കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു. ഇന്ന് 11:30യോടെയാണ് 6 പ്രതികളെയും കോടതിയിൽ എത്തിച്ചത്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ സംരക്ഷണ ചുമതല തനിക്കാണെന്ന് 1ാം പ്രതി പൾസർ സുനി എന്ന സുനിൽകുമാർ കോടതിയെ അറിയിച്ചു. ഭാവഭേദമൊന്നുമില്ലാതെയാണ് സുനിൽകുമാർ കോടതിയോട് സംസാരിച്ചത്. കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് 2ാം പ്രതി മാർട്ടിൻ കോടതിയിൽ നിന്നത്. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് മാർട്ടിൻ ആവർത്തിച്ചു. താൻ നിരപരാധിയാണ്, തെറ്റ് ചെയ്തിട്ടില്ല, ശിക്ഷയിൽ ഇളവ് വേണം, ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടന്നുവെന്നാണ് 2ാം പ്രതി ഡ്രൈവർ മാർട്ടിന്റെ വാദം. കേസിൽ ആദ്യം അറസ്റ്റിലായത് ഡ്രൈവർ മാർട്ടിനായിരുന്നു. 3ാം പ്രതി മണികണ്ഠൻ കോടതിയെ അറിയിച്ചത് മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ്. ഭാര്യയും മകനും മകളും ഉണ്ടെന്നും തന്നോടും കുടുംബത്തോട് കനിവ് കാണിക്കണമെന്നും മണികണ്ഠൻ കോടതിയോട് അപേക്ഷിച്ചു. കുടുംബ പശ്ചാത്തലം പറഞ്ഞ് തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് 4ാം പ്രതി വിജീഷ് കോടതിക്ക് മുന്നിൽ കരഞ്ഞു പറഞ്ഞത്. താൻ തലശ്ശേരി സ്വദേശിയാണെന്നും തന്നെ കണ്ണൂർ ജയിലിൽ ഇടണമെന്നുള്ള ഒരാവശ്യം കൂടി വിജീഷ് കോടതിയോട് അഭ്യർത്ഥിച്ചു. കേസിലെ 5ാം പ്രതി വടിവാൾ സലീമും പറഞ്ഞത് താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ്. ഭാര്യയും 3 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട്. 6ാം പ്രതി പ്രദീപും കരഞ്ഞുകൊണ്ടാണ് കോടതിയിൽ സംസാരിച്ചത്. എല്ലാ പ്രതികളും കുടുംബ പശ്ചാത്തലം പറഞ്ഞ് കോടതിയുടെ സഹതാപം നേടുവാൻ ശ്രമിച്ചു. പ്രതികളോട് സംസാരിച്ചതിന് ശേഷം പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ വേണ്ടത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഗൂഢാലോചന തെളിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. യഥാർത്ഥ കുറ്റവാളി പൾസർ സുനിയാണ്. മറ്റുള്ളവർ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്നും കോടതി പറഞ്ഞു. പൾസർ സുനി മറ്റുള്ളവരെ പോലെയല്ല, അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. അതുപോലെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ കോടതി നടപടികളെക്കുറിച്ച് വളച്ചൊടിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും മുന്നറിയിപ്പ് നൽകി. നടൻ ദിലീപ് 8ാം പ്രതിയായിരുന്ന കേസിൽ ഡിസംബർ 8-നാണ് വിധി പ്രസ്താവിച്ചത്. ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കുകയും 1ാം പ്രതിയായ പൾസർ സുനി ഉൾപ്പെടെയുള്ള മറ്റ് 6 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇന്ന് 6 പ്രതികളുടെ ശിക്ഷാവിധി പറയും മുമ്പാണ് ജഡ്ജി മുന്നറിയിപ്പ് നൽകിയത്. കോടതിയെ മോശമായി ചിത്രീകരിക്കുന്നത് കോടതി ഇലക്ഷൻ നടപടികൾക്ക് കാരണമാകുമെന്ന് ജഡ്ജി വ്യക്തമാക്കി. തന്നെക്കുറിച്ച് വ്യക്തിപരമായി പറയുന്ന ലേഖനങ്ങളിൽ തനിക്ക് പ്രശ്നമില്ല, എന്നാൽ കോടതി നടപടികളെ വളച്ചൊടിച്ചുള്ള റിപ്പോർട്ടിങ്ങുകൾ ഗൗരവകരമായി കൈകാര്യം ചെയ്യുമെന്നും ജഡ്ജി പറഞ്ഞു.
കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ നൽകുന്നത് കോടതിയെ ലക്ഷ്യമായി കണക്കാക്കും. കോടതി നൽകിയത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണെന്നും ഇത് സമൂഹത്തിന് വളരെ തെറ്റായ സന്ദേശം നൽകുമെന്നും ഈ ശിക്ഷാവിധിയിൽ നിരാശയുണ്ടെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു. ഇന്നത്തെ ശിക്ഷ A1 മുതൽ A6 വരെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, 2 കഠിന തടവ്, അതായത് 120B-ക്കും 376D-ക്കും 366-ന് 10 വർഷം കഠിന തടവും കൂടാതെ ഫൈനുമുണ്ട്. മറ്റ് വകുപ്പുകൾ അനുസരിച്ചും ശിക്ഷിച്ചിട്ടുണ്ട്. 376Dയെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞുപോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് പ്രോസിക്യൂഷനല്ലല്ലോ. പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ അവരെ ശിക്ഷിച്ചത്. തെളിവുകൾ ഏതാണ് സ്വീകരിക്കാതെ പോയതെന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ എനിക്ക് കഴിയില്ല. ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം അതിനകത്ത് മതിയായ നടപടികൾ സ്വീകരിച്ചിരിക്കും. ഈ 8ാം പ്രതിയെ വിട്ടുപോകാനുള്ള കാരണം ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു അഭിഭാഷകനാണ്. ഏതിലെ ശിക്ഷയിൽ നിരാശനാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. കാരണം മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്, നീതിപീഠത്തിന് നൽകുന്നത്. അത് വേറെ കാര്യം. ശിക്ഷ കണ്ടുപോയാൽ അതിൻ്റെ അകത്ത് പ്രൊപ്പോർഷണലേറ്റായിട്ട് ശിക്ഷ വിധിക്കേണ്ടതാണ്. 20 വർഷം മിനിമം എന്ന് പറഞ്ഞാൽ 20 വർഷം വരെക്ക് മുകളിൽ എത്ര വർഷം വേണമെങ്കിലും കോടതിക്ക് ശിക്ഷിക്കാം. അത് 20 വർഷം പാർലമെന്റ് നിശ്ചയിച്ച മിനിമം കൺവിക്ഷനാണ്. അത് ഒരു കോടതിയുടെ ഔദാര്യമല്ല, അത് പ്രോസിക്യൂഷന്റെ അവകാശമാണ്. പലപ്പോഴും ജഡ്ജിയുടെ നിലപാട് ചോദിച്ചിട്ടുള്ളതാണ്. ശിക്ഷാവിധി പ്രഖ്യാപിച്ചപ്പോഴും ഈ ഒരു നിരാശയാണ് താങ്കൾക്കുണ്ടാവുന്നത്. അപ്പോൾ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? എനിക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നിരാശയുമില്ല. ഈ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 3.5 വർഷം ഈ കോടതിക്ക് അകത്ത് വെന്ത് നീറിയത്. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം പിന്നീട് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കും, അതിനുള്ള പരിഹാരങ്ങൾ നേടും. മേൽക്കോടതിയിൽ നീതി കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കുറെ കൂടി തീർച്ചയായിട്ടും നീതി കിട്ടിയില്ല എന്നുള്ളല്ല, പരിപൂർണ്ണ നീതി കിട്ടിയില്ല. എന്നാൽ കുറ്റകൃത്യം നിർവഹിച്ച വാടക ഗുണ്ടകൾക്ക് 20 വർഷം തടവ് നൽകുന്നതിൽ ജനങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലും അത് ചെയ്യിച്ചവൻ രക്ഷപ്പെടുകയും നിയമത്തെയും സമൂഹത്തെയും അടക്കം വെല്ലുവിളിക്കുകയും പല്ലളിച്ച് കാണിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് അമർഷമടക്കുവാൻ സാധിക്കുന്നില്ല എന്ന് മറക്കരുത്. സമൂഹത്തിനു വേണ്ടിയല്ല ഇത്തരത്തിലുള്ള വിധികൾ പ്രസ്താവിക്കുന്നത് എന്ന് ജഡ്ജി പറയുമ്പോഴും ഉയരുന്ന മറ്റൊരു ചോദ്യം പിന്നെ ആർക്കു വേണ്ടിയാണ് എന്നാണ്. ഇതിലൂടെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ചെയ്യിച്ചത് ആരാണെന്നും എന്തിനാണെന്നും ഇരയ്ക്കും പ്രതികൾക്കും ചെയ്യിച്ചവനും സമൂഹത്തിനും അറിയാം. പക്ഷേ ഇവിടുത്തെ നിയമത്തിന് അവനെ ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. അവർ രക്ഷപ്പെടുന്നു, അവരുടെ പങ്കിനെക്കുറിച്ച് നിശബ്ദത മാത്രം. അവനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നിയമം നോക്കുകുത്തിയാകുന്നു. കോടതിയെ ലക്ഷ്യം എന്ന ആ ഡെമോക്രസിന്റെ വാള് തലയ്ക്ക് മേളിൽ തൂങ്ങിക്കിടക്കുമ്പോഴും ജനങ്ങളുടെ വികാരം നമുക്ക് വെളിപ്പെടുത്താതിരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. ഇത് പൊതുസമൂഹത്തെ ആകെ സങ്കടത്തിലാഴ്ത്തിയ ഒരു വിധിയാണിത്. ഇത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. കാരണം ഇത്രയും ആവാസത്തരം കാണിച്ച ഒരു പെൺകുട്ടിയെ വണ്ടിയിലിട്ട് പിച്ച് ചീന്താൻ ശ്രമിച്ച ഈ നരാധമന്മാർക്ക് ഇത്രയും കുറഞ്ഞ ശിക്ഷ നൽകുന്നതിലൂടെ വളരെ ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അതുപോലെ ഇവന്മാരുടെ പിച്ചക്കാശ് പിരിച്ച് 50,000 രൂപ വീതം 5 ലക്ഷം രൂപയാണ് ആ പെണ്ണിന്റെ മാനത്തിന് നൽകുന്നത് എന്നൊരു സന്ദേശവും ജനങ്ങൾക്ക് ലഭിക്കുന്നു. അത് എന്തു തന്നെയാണെങ്കിലും വളരെ ഒരു തെറ്റായ സന്ദേശമാണ് ഈ ഒരു വിധിയിലൂടെ നൽകിയിരിക്കുന്നത്. ഇത് ഇത്തരത്തിലുള്ള ഈ ആവാസന്മാർക്കും കൊട്ടേഷൻ സംഘങ്ങൾക്കും വളരെയേറെ കരുത്തു പകരുന്ന ഒരു വിധിയാണ്. കാരണം ദിലീപ് കേസിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം ഒരു രാമം വെള്ളയും കയ്യിൽ കാശുമുള്ള ഏത് ആവാസനും ഏത് അലബലാദിക്കും രക്ഷപ്പെടുവാനുള്ള അവസരം ഇവിടെ നിയമത്തിലുണ്ട് എന്നാണോ? ഇനി ജനങ്ങളുടെ ആകെയുള്ള പ്രതീക്ഷ മേൽക്കോടതികളിന്മേലാണ്. ജനങ്ങളുടെ ആ ആശങ്ക അവിടെ പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നു.
പരിഹരിക്കപ്പെടണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.